അപ്പൊ ഇന്ന് സ്കിപ്പ് ചെയ്ത പോലെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വൈറ്റമിൻ ഇ എന്ന് പറയുന്ന രണ്ടാമത്തെ ഫാറ്റ് സോൾബിൾ വൈറ്റമിനെ കുറിച്ചാണ്. വൈറ്റമിൻ ഇ അല്ലെങ്കിൽ ടോക്കോഫെറോൾ എന്ന് പറയുന്ന ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്ന് എല്ലാവരും വിളിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. ഈ വൈറ്റമിൻ ഇയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഓവർഡോസ് എന്താണ്, ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണ്, ഇത് കഴിക്കാൻ നല്ലതാണോ, ക്യാപ്സ്യൂളുകൾ മുഖത്തും അതുപോലെ തന്നെ ഹെയറിലും ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം വൈറ്റമിൻ ഇ എന്താണ്, അത് എന്തിനാണ് എന്ന് പറയാം. വൈറ്റമിൻ ഇ നേരത്തെ പറഞ്ഞു, ടോക്കോഫെറോൾ എന്ന് വിളിക്കും, അതുപോലെ തന്നെ ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്ന് വിളിക്കുന്ന വൈറ്റമിൻ ഇ ആണ്. ഈ വൈറ്റമിൻ ഇക്ക് മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെ റോളാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ, ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ റോള്, ഇതൊരു ആന്റി ഓക്സിഡന്റ് ആണ്. ഒന്നാമത്തെ കാര്യം, നല്ല പെർഫെക്റ്റ് ആന്റി ഓക്സിഡന്റ് ആണ്. രണ്ടാമത്തത് ആന്റി സ്റ്റെറിലിറ്റി ആണ്, വന്ധ്യത ഉണ്ടാവാതിരിക്കും എന്നുള്ളതാണ്, കുട്ടികൾ ഉണ്ടാവാത്തൊരവസ്ഥ ഉണ്ടാവില്ല. മൂന്നാമത്തെ കാര്യം ആന്റി ഏജിങ് ആണ്, പെട്ടെന്ന് വാർദ്ധക്യമാവില്ല, പ്രായം പെട്ടെന്ന് വരാത്ത രൂപത്തിൽ. നാലാമത്തെ കാര്യം നമ്മുടെ സ്കിന്നിന്റെ ഇന്റിഗ്രിറ്റി, സ്കിന്നിന്റെ പെർഫെക്റ്റ്നെസ്, ആ ഓയിലൊക്കെ നിലനിർത്തി ഗ്ലൈസിങ് നൽകുക എന്നുള്ളതാണ്. അടുത്തത് മുടിയുടെ ആരോഗ്യം, ഹെയർ ഗ്രോത്ത്, നല്ല മുടിയും മുടി കൊഴിച്ചിലൊക്കെ ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ്. ആറാമത്തെ കാര്യം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയും കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തെയും പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളതാണ്. അടുത്തത് ബ്ലഡ് വെസൽസ് തിന്നാക്കുക, ബ്ലഡൊക്കെ വൃത്തിയായിട്ട് ഒഴുകി ബ്ലഡ് ബ്ലോക്കുകളൊക്കെ ഒഴിവാക്കാൻ സഹായിക്കുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയ ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഇ ഡെയിലി നമ്മൾ കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഏകദേശം ഒരു 15 mg ഒക്കെ വൈറ്റമിൻ ഇ ഡെയിലി നമുക്ക് ആവശ്യമാണ്. അത് നമുക്ക് ഭക്ഷണത്തിൽ കൂടെ കിട്ടുന്നത് നിർബന്ധമാണ്. കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്യാം. അതായത് വൈറ്റമിൻ ഇ അടങ്ങിയ ഭക്ഷണം കഴിക്കണ്ടോ നോക്കിയാണ്. വൈറ്റമിൻ ഇ അടങ്ങിയ ഭക്ഷണം ഏതൊക്കെയാണ്? വൈറ്റമിൻ ഇ അടങ്ങിയ ഏറ്റവും റിച്ചസ്റ്റ് സോഴ്സ് നമ്മൾ കഴിക്കുന്ന ചീര തന്നെയാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു 3 ദിവസം ചീര കഴിക്കാം, ഇലക്കറികൾ. 2 അവക്കാഡോ, കേട്ടുണ്ട്, അവക്കാഡോ ജ്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ അവക്കാഡോ ആയിട്ടോ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം. 3 പപ്പായ, സൺഫ്ലവറിന്റെ സീഡ്സ്, നട്ട്സ്, സീരിയൽസ്, ഒനിയൻ, ഇതൊക്കെ റിച്ചസ്റ്റ് സോഴ്സുകളാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിലെങ്കിലും കഴിക്കുന്ന രൂപത്തിൽ ഒരു 15 mg വൈറ്റമിൻ ഇ കിട്ടുന്ന രൂപത്തിൽ നമ്മൾ കഴിക്കണം. ഇനി ഇതിന്റെ സോഴ്സ് കിട്ടുന്നില്ല, അതൊന്നും കഴിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഇവിയോൺ ടാബ്ലറ്റ് 400, 600, 200 ഒക്കെ അവൈലബിൾ ആണ്. അത് കഴിക്കാം. വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ കഴിക്കരുത്. കാരണം നമ്മളൊരു ഇവിയോൺ 400 പല കുട്ടികളും ചെയ്യുന്നതാണ്, ഇവിയോൺ 400 വാങ്ങിച്ച് വെറുതെ കഴിക്കുക. അപ്പൊ ഇവിയോൺ 400 എന്ന് പറഞ്ഞാൽ 400 mg ആണ് കയറുന്നത്. നമുക്കത്ര ആവശ്യമില്ല, ഡെയിലി 15 mg ആവശ്യമുള്ളൂ. അപ്പൊ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് 1 മാസമോ അല്ലെ 2 മാസമോ കഴിച്ച് നമ്മുടെ ബോഡിക്ക് ആവശ്യമായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ റിക്വയർമെന്റ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്സ്യൂൾ ഒഴിവാക്കി ഡയറ്റ് കൂടെ ഭക്ഷണത്തിൽ കൂടെ അത് മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലാതെ വെറുതെ കഴിക്കരുത്. ഇതൊക്കെയാണ് വൈറ്റമിൻ ഇയുടെ സോഴ്സ്. ഇനി ക്യാപ്സ്യൂളുകൾ ഡയറക്റ്റ് വാങ്ങി അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് മുഖത്തോ അല്ലെങ്കിൽ ഹെയറിനോ അപ്ലൈ ചെയ്യുന്ന ക്രീമുകളും സെറംസും സോപ്പും ഓയിലൊക്കെ അവൈലബിൾ ആണ്. അത് വാങ്ങിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം. അല്ലാതെ നമ്മൾ കഴിക്കേണ്ട ക്യാപ്സ്യൂളുകൾ വാങ്ങിച്ചിട്ട് പൊട്ടിച്ച് അതിലെ ജെല്ലി ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ എത്രത്തോളം അബ്സോർബ് ചെയ്യും, എത്രത്തോളം ബോഡിക്ക് നല്ലതാണ് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അത് മാക്സിമം ഒഴിവാക്കിയിട്ട് വൈറ്റമിൻ ഇ അടങ്ങിയ ജെല്ലുകളോ ക്രീമുകളോ സെറംസോ അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഇ അടങ്ങിയ ഭക്ഷണം കഴിക്കുക. അതുപോലെ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് 1-2 മാസം കഴിച്ച് പിന്നെ ഫുഡ് സപ്ലിമെന്ററി കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും